നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ അധിനിവേശങ്ങളും സാമ്രാജ്യത്വ ശക്തികളുടെ സമ്മർദ്ദങ്ങളും തുടർച്ചയായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോഴും സ്വന്തം പരമാധികാരത്തിലും നയതന്ത്ര നീക്കങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. ജൂൺ 21 ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവനകൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ കാലാകാലങ്ങളായി ഇറാന്റെ ആണവ പരിപാടികളെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. എന്നാൽ തങ്ങൾക്ക് ഒരു അണുബോംബ് നിർമ്മിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ലോകത്തിനു മുന്നിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയ പെഷഷ്കിയാൻ ഇക്കാര്യം രേഖാമൂലം ഉറപ്പു നൽകാൻ ഇറാൻ തയ്യാറാണ് എന്ന വിപ്ലവകരമായ പ്രഖ്യാപനമാണ് നടത്തിയത്. എന്നാൽ ഈ പ്രഖ്യാപനത്തെ പോലും മുഖവുരയ്ക്കെടുക്കാൻ ഇന്നുവരെയും ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. ഇറാന്റെ സമാധാനപരമായ ആണവ താൽപര്യങ്ങളെയും സാങ്കേതിക അവകാശങ്ങളെയും അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് സ്വിറ്റ്സർലൻഡിലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്ന അവസരത്തിലും പുറത്തുവന്ന ഈ നിലപാട് ഇറാന്റെ നയതന്ത്ര വിജയമാണ് എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തിടെ പങ്കുവെച്ച അല്ലെങ്കിൽ ഒപ്പുവെച്ച പ്രാഥമിക കരാറുകളെയും ധാരണാപത്രങ്ങളെയും ഇറാൻ പ്രസിഡന്റ് ഔദ്യോഗികമായി ന്യായീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് വഴങ്ങിക്കൊണ്ടല്ല, മറിച്ച് ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് പുതിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെല്ലാം തന്നെയും ഇറാന് അനുകൂലമാണ്. ഈ ചർച്ചകളിലൂടെ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വരും നാളുകളിൽ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുമെന്നാണ് പെസസ്കിയാൻ പറയുന്നത്. എന്തായാലും സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനങ്ങളെ നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് വെച്ച് പരാജയപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നുണ്ട്. ശത്രുക്കളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ നയതന്ത്ര ചർച്ചകളെ കൊണ്ട് സഹായകമാകും. അമേരിക്കയുടെ അന്യായമായ ഉപരോധങ്ങൾ കാരണം അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിക്കപ്പെട്ടു കിടന്ന ഇറാന്റെ സ്വന്തം ഫണ്ടുകൾ തിരികെ പിടിക്കുക എന്നത് ഇറാന്റെ വലിയ ഒരു ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. പുതിയ ചർച്ചകളുടെ വിജയകരമായ പരിണാമം എന്ന രീതിയിൽ നിലവിൽ ഖത്തറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാന്റെ 6 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഫണ്ടുകൾ ഉടൻ തന്നെ രാജ്യത്തിന് തിരികെ ലഭിക്കുമെന്നാണ് പ്രസിഡന്റ് പെഷഷ്കിയാൻ സ്ഥിരീകരിക്കുന്നത്. ഇത് ഇറാന്റെ സാമ്പത്തിക രംഗത്ത് വലിയ ഒരു ഉത്തേജനമാകും നൽകുക. വിദേശ രാജ്യങ്ങൾ കെട്ടിക്കിടക്കുന്ന തങ്ങളുടെ പണം തിരികെ വാങ്ങുന്നതിലൂടെ അമേരിക്കൻ സാമ്രാജ്യത്വം തീർത്ത സാമ്പത്തിക ഉപരോധങ്ങളുടെ മതിൽക്കെട്ടുകളെയാണ് ഇറാൻ തകർത്തെറിഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഈ തുക വിനിയോഗിക്കാൻ ഇറാന് കഴിയുന്നുണ്ട്. എന്തായാലും ലെബനൻ, പലസ്തീൻ തുടങ്ങിയ പശ്ചിമേഷ്യൻ മുന്നണികളിൽ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടുകൾക്കെതിരെ എക്കാലത്തും ശക്തമായ പ്രതിരോധം തീർത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ മേഖലയെ അസ്ഥിരപ്പെടുത്തുമ്പോൾ സമാധാന ചർച്ചകളിലൂടെ തങ്ങളുടെ മേൽക്കൈ നിലനിർത്താൻ ഇറാന് കഴിയുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് ആയുധം ഉണ്ടാക്കാനല്ല, മറിച്ച് രാജ്യത്തിന്റെ ഊർജ വ്യാവസായിക ആവശ്യങ്ങൾക്കാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ ഇറാന്റെ സൈനിക ശക്തി ആർക്കും അവഗണിക്കാൻ കഴിയുന്നതല്ല. അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ ഒരു യാചകന്റെ സ്ഥാനത്തല്ല, മറിച്ച് സ്വന്തം നിബന്ധനകൾ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന ഒരു നിർണായക ശക്തിയായാണ് നിലകൊള്ളുന്നത്. അവസാനമായി വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒടുവിൽ അതിനെ വിലയിരുത്തുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ പുതിയ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ പക്വതയാർന്നതും എന്നാൽ ദൃഢവുമായ നയതന്ത്ര ശൈലിയിലേക്കാണ്. ആണവായുധങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ തങ്ങളുടെ അവകാശങ്ങൾ ആർക്കും പണയം വെക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറല്ല. അത് ആത്മാഭിമാനമുള്ള ജനതയ്ക്ക് യോജിച്ച കാര്യവുമല്ല. 6 ബില്യൺ ഡോളറിന്റെ ഫണ്ടുകൾ തിരികെ ലഭിക്കുന്നതും ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇറാന് അനുകൂലമായി മാറുന്നതും പാശ്ചാത്യ ശക്തികളുടെ ഏകപക്ഷീയമായ സമ്മർദ്ദ തന്ത്രങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ്. പശ്ചിമേഷ്യയുടെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിലൂടെ ഇറാന്റെ സാന്നിധ്യവും തീരുമാനങ്ങളും എത്രത്തോളം അനിവാര്യമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയുന്ന കാലഘട്ടം കൂടിയാണ്. ഭീഷണികൾക്ക് മുന്നിൽ തളരാത്ത ഇറാന്റെ ഈ പ്രതിരോധ യാത്ര വരും നാളുകളിലും കൂടുതൽ ശക്തമായി തുടരുമെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകുമ്പോഴും ഒരു പരമാധികാര രാജ്യം എന്ന നിലയിൽ തങ്ങൾക്കുള്ള അന്താരാഷ്ട്ര അവകാശങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇറാൻ തയ്യാറല്ല എന്ന നിലപാട് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഊർജ ആവശ്യങ്ങൾക്കും ശാസ്ത്രീയ പുരോഗതിക്കുമായി യുറേനിയം സമ്പുഷ്ടമാക്കുക എന്നത് ഇറാന്റെ നിയമപരമായ അവകാശമാണ്. ഈ അവകാശം നിലനിൽക്കുന്നിടത്തോളം കാലം
മാത്രമേ അമേരിക്കയുമായുള്ള മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന കർശനമായ നിബന്ധനയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാശ്ചാത്യ ഉപരോധങ്ങളുടെ ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർത്തെറിയാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും ആണവ സാങ്കേതിക വിദ്യയിൽ രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തതയെ വിട്ടുകളയാൻ ഇറാൻ ഒരിക്കലും ഒരുക്കമല്ല. യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ ദീർഘകാല ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഉപേക്ഷിക്കില്ല എന്നും മറുവശത്ത് ഈ അവകാശം അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പെഷഷ്കിയാൻ വാക്കുകൾ കൊണ്ട്, അതായത് പെഷഷ്കിയാന്റെ ഈ വാക്കുകൾ ഇറാന്റെ ശക്തമായ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ട്രംപിന് ഈ അവകാശത്തെ, അതായത് ഇറാന്റെ ഈ അവകാശത്തെ അംഗീകരിച്ച് മതിയാകൂ.